5 വർഷം മുൻപ് ഇറങ്ങിയ ലൂസിഫറിൽ 3/4 മണിക്കൂറോളം മാത്രം നിറസാന്നിധ്യമുള്ള മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി സിനിമയുടെ ഓരോ സീനിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്റ്റീഫൻ എന്താണ്, എത്രത്തോളമുണ്ട് എന്നതിൻ്റെ ഗ്രാവിറ്റി നമ്മൾ അളക്കുന്നത് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന അലോഷിയുടെ ഭയം നിറഞ്ഞ മുഖത്തു നിന്നുമാണ്. സ്റ്റീഫൻ ഇല്ലാത്ത സമയത്തും അദൃശ്യനായി നിന്ന് അയാൾ നിയന്ത്രിക്കുന്നതായിരുന്നു ലൂസിഫറിലെ ലോകം. അല്ലെങ്കിൽ ആ സിനിമ അങ്ങനെയാണ് തോന്നിപ്പിച്ചത്. തിരിച്ച് എമ്പുരാനിലെത്തുമ്പോൾ മോഹൻലാലിൻ്റെ സ്ക്രീൻ ടൈം ലൂസിഫറിനേക്കാൾ തുല്യം തന്നെയാണ്. വ്യത്യാസം വരുന്നത് സ്റ്റീഫൻ്റെ സാന്നിധ്യമാണ്. അങ്ങേയറ്റം ജൈവികമായി അടയാളപ്പെട്ട സ്റ്റീഫനിൽ നിന്നും ഖുറേഷി എബ്രഹാമിൻ്റെ ഹ്യൂമങ്കസ് മിസ്റ്ററിയിലേക്കുള്ള ടോൺ ഷിഫ്റ്റിനെടുക്കുന്ന സമയമാണ്. ആ ഷിഫ്റ്റിനെടുക്കപ്പെടുന്ന ആയാസമാണ് എമ്പുരാൻ്റെ പ്രധാന പരിമിതി. സ്റ്റീഫൻ്റെ ചുറ്റും ആരാധക വൃന്ദം പടുത്തുയർത്തിയ ഓറയ്ക്കപ്പുറം അയാളെ നിരന്തരമായി വേട്ടയാടിയിരിക്കുന്നത് ഏകാന്തതയും ദുഃഖവുമാണെന്ന് ലൂസിഫർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഒരു മുണ്ടുമടക്കി കുത്തലിനുമേറെ സ്റ്റീഫൻ നമ്മളുമായി വൈകാരികമായി കണക്റ്റ് ആകുന്നുണ്ട്. എന്നാൽ ഖുറേഷിയുമായി അത്തരമൊരു ഇമോഷണൽ കണക്ഷൻ്റെ യാതൊരു ബാധ്യതയും പ്രേക്ഷകനില്ല. അത് കേവലം സ്കെയിൽ എലിവേഷനു വേണ്ടി മാത്രം മേക്കേഴ്സ് ഒരുക്കുന്ന ചെപ്പടി വിദ്യയാണ്. അവിടെയാണ് എമ്പുരാൻ പുറകോട്ട് പോകാൻ തുടങ്ങുന്നത്. ലൂസിഫർ ഓരോ കാഴ്ചയിലും ബാക്കി വയ്ക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നാളിതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫൈനസ് പുലർത്തുന്ന സിനിമാ അനുഭവമാണ്. അത്രയേറെ നീറ്റായി എടുത്തിട്ടുള്ള കൊമേഴ്സ്യൽ സിനിമകൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ വിരളമാണ്. ലൂസിഫറിലെ വളരെ സങ്കീർണമായ മൾട്ടിപ്പിൾ ലെയറുകൾ അതിൻ്റെ സോളിഡിറ്റിയുടെ പ്രധാന ഘടകമാണ്. എമ്പുരാനിലെ ലോകം എങ്ങനെയായിരിക്കുമെന്നതിനുള്ള വളരെ ആകാംക്ഷഭരിതമായ ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക് കൂടിയാണിത്. ലൂസിഫറിൽ സ്റ്റീഫൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് പുറത്തു നിന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ബാഹ്യശക്തിയായിരുന്നെങ്കിൽ എമ്പുരാനിൽ പൊളിറ്റിക്കൽ ലെയർ കുറച്ചുകൂടി വ്യക്തമാണ്. വലത് രാഷ്ട്രീയത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യം ആഴത്തിൽ തന്നെ മുരളി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. സാഫ്രോൺ പൊളിറ്റിക്സും മാറ്റിവെക്കപ്പെടുന്നില്ല. ലൂസിഫർ സ്റ്റീഫനു വേണ്ടി മസൂദ് ഒരുക്കി കൊടുക്കുന്ന വെൽ ഡെറ്റ എക്സിക്യൂഷനാണെങ്കിൽ എമ്പുരാൻ അതിൻ്റെ തിരിച്ചുള്ള വേർഷനാണ്. മസൂദിൻ്റെ ഭൂതകാലം എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നും എങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമായിരുന്നു ഈ ഒരു എക്സിക്യൂഷൻ്റെ സ്വീകാര്യതയിലേക്കുള്ള താക്കോൽ. പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഭയാനക രൂപത്തിൻ്റെ രേഖാചിത്രം ഈ ഭാഗം വരയ്ക്കുന്നുണ്ടെങ്കിലും സ്റ്റീഫന്റെ പശ്ചാത്തല കഥ കാണാൻ കാത്തുനിൽക്കുന്ന പ്രേക്ഷകൻ അതിന്മേൽ തരുമ്പ് പോലും താല്പര്യമുണ്ടാകുന്നില്ല. ലൂസിഫറിൽ കയ്യടി നേടുന്ന പ്ലോട്ടുകൾ ഓർഗാനിക്കായി സംഭവിച്ചതാണെങ്കിൽ എമ്പുരാനിൽ ആ മീറ്റർ പിടിച്ച് അത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം കാണാം. നിന്നെ ആര് രക്ഷിക്കും എന്ന ചോദ്യത്തിനുള്ള ഈ ചോദ്യം മുമ്പൊരിക്കലൊരാൾ ചോദിച്ചിട്ടുണ്ട് എന്ന ഖുറേഷിയുടെ ഉത്തരം ഒരു ഡയറക്റ്റ് റിപ്രൈസ് ആയിരുന്നെങ്കിൽ നിന്റെ തന്ത എന്നൊരിടത്ത് ജദിനോട് പറയുമ്പോൾ അത് മേൽപ്പറഞ്ഞ മീറ്റർ പിടിക്കലിൻ്റെ നേർസാക്ഷ്യമാകുന്നു. പക്ഷേ ഈ പറഞ്ഞതുകൊണ്ടൊന്നും പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ ഗ്രാൻഡിയർ ഫിലിം മേക്കിങ്ങിനെ ഇകഴ്ത്താൻ കഴിയുന്നുമില്ല. മലയാളത്തിൽ ഇന്നോളം വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള സിനിമയാണ് എമ്പുരാൻ. അങ്ങേയറ്റം സിലൈറ്റാണ് അതിൻ്റെ ഫ്രെയിമുകൾ. മരം കത്തി വീഴുന്നതുൾപ്പെടെയുള്ള വിഷ്വലുകളുടെ മെറ്റഫോറിക്കൽ ഷോട്ടുകൾ സിനിമയിൽ സുലഭമായുണ്ട്. കേരള രാഷ്ട്രീയത്തെ പിന്തുടരുമ്പോൾ പൃഥ്വി കാണിക്കുന്ന സട്ടിലിറ്റി ഖുറേഷിയുടെ ലോകത്തെ കാണിക്കുമ്പോൾ സംഭവിക്കുന്നില്ല. ഒരു മേക്കറുടെ പേഴ്സ്പെക്റ്റീവിൽ അത് ശരിയാണെങ്കിലും സ്റ്റീഫനോടും ഖുറേഷിയോടും പ്രേക്ഷകൻ ഡിസ്കണക്റ്റ് ആകുന്നുണ്ട്. സിനിമയുടെ ആകെത്തുക പലർക്കും ശരിയായി തോന്നുന്നതും ഈ ഡിസ്കണക്ഷൻ കൊണ്ടുകൂടിയാകണം. ജംഗിൾ ഫൈറ്റിന് ലഭിക്കുന്ന സ്വീകാര്യതയും ക്ലൈമാക്സ് ഫൈറ്റിനുള്ള വിമർശനവും ഇതിനോട് ചേർത്ത് വായിക്കണം. ലൂസിഫറിൻ്റെ സീക്വൽ എന്ന ടാഗ് തന്നെയാണ് എമ്പുരാൻ്റെ അനുഗ്രഹവും ശാപവും. വളരെ ഓർഗാനിക്കായ ഒരു ഹൈപ്പ് ഈ ടാഗ് സിനിമയ്ക്ക് നൽകുമ്പോൾ പ്രീക്വലുമായുള്ള അനിവാര്യമായ താരതമ്യവും അതിൻ്റെ എസ്തറ്റിക് അപ്പീലും സിനിമയ്ക്ക് വിനയാകുന്നു. ഒരു സ്റ്റാൻഡലോൺ ചിത്രമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഇത്തരമൊരു സിനിമയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയരാതെ പോകുന്നുമില്ല. പക്ഷേ ഒരു ട്രയോളജിയിലെ രണ്ടാമത്തെ ചിത്രം ബാക്കി നിർത്തിയേക്കാവുന്ന അപൂർണതകളുടെ ലീനിയൻസ് എമ്പുരാന് തീർച്ചയായും അവകാശപ്പെടുന്നതേയുള്ളൂ. ഓവറോൾ മലയാളത്തിൽ ഒരു നാഴികക്കല്ലായിട്ടിരുന്ന സിനിമ വെറുമൊരു ബോക്സ് ഓഫീസ് ഏണർ മാത്രമായി ഒതുങ്ങുന്നതിൻ്റെ നിരാശയാണ് മുന്നിട്ട് നിൽക്കുന്നത്.